മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ അനുമോളെ പൊങ്കാലയിടുകയാണ് ഒനിയിലും ജിഷിനും പ്രവീണും എല്ലാം ചേർന്ന്. മൂന്നുപേരും കൂടി ചേർന്ന് നല്ല രീതിയിൽ നമ്മുടെ അനുമോളെ ആക്കുന്നുണ്ട്. അനുമോളെ ശരിക്കും പൊളിച്ചടുക്കിന്ന് തന്നെ പറയാം. അവർ പറയുന്നത് ഒരു പാവയും കൊണ്ട് വന്ന് അതിന് പ്ലാച്ചിന്ന് പേരുമിട്ട് കുളിപ്പിച്ച് തടവി ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് പുറത്തേക്ക് വിടുന്നു. ഇവിടെ ഓരോരുത്തരെ കഷ്ടപ്പെട്ട് തല കുത്തി മറിഞ്ഞാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. മുൻ സീസണുകളിൽ ആരോ ഇതുപോലെ പാവയും കൊണ്ട് വന്ന് അത് ക്ലിക്കായെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കല്ല അനുമോളെ. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. നിനക്ക് ഇത്രയും വയസ്സായില്ലേ ഒന്നുമില്ലെങ്കിലും. 30-30 വയസ്സായിട്ടും പാവയും കുളിപ്പിച്ചുകൊണ്ട് നടക്കാൻ നിനക്ക് നാണമില്ലേ? ഈ പാവയെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാനും മോളെ. ബിഗ് ബോസ് നിനക്കിപ്പോൾ ഒരു ഓഫർ തരികയാണ്. പ്ലാച്ചിയെ പുറത്ത് കളഞ്ഞാൽ നിനക്ക് 100 ഡേയ്സ് ഇവിടെ നിൽക്കാം. അതല്ലെങ്കിൽ പ്ലാച്ചിയുടെ ഒപ്പം നിനക്കും ഇപ്പോൾ തന്നെ ഔട്ടാകാമെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അനുമോള് പറയുന്നത് ഞാനും ഔട്ടായി പോകുമെന്നാണ്. അതിനും അവരിട്ട് കളിയാക്കി കൊല്ലുന്നുണ്ട്. ഒന്ന് നിർത്തൻ്റെ അനുമോളെ ഈ ഡ്രാമ. 10-25 ദിവസം നീ ഈ പ്ലാച്ചി ഈ പാവയില്ലാതെയാണ് ഇവിടെ നിന്നത്. കഴിഞ്ഞ ദിവസമല്ലേ നിനക്ക് ബിഗ് ബോസ് ഇതിനെ തന്നത് തന്നെ. അപ്പം ആദ്യത്തെ 10-25 ദിവസം നിനക്ക് പാവയെ കാണാതിരിക്കാമെങ്കിൽ ഇപ്പോഴും നിനക്കിരിക്കാൻ പറ്റും. നീ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഞങ്ങൾ നിന്നോട് ഈ പാവ എന്തി അല്ലെങ്കിൽ പ്ലാച്ചി എന്തി എന്ന് ചോദിച്ചാൽ നിന്റെ കയ്യിൽ പാവ ഉണ്ടാവില്ല. നീ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടാവും. അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. കണ്ടന്റിന് വേണ്ടി മാത്രം നീ കൊണ്ടുവന്ന ഒരു സാധനമാണിത്. ഇനി ഇത് കണ്ടിട്ട് അടുത്ത സീസണിൽ വരുന്ന പെണ്ണുങ്ങളും 1-2 പാവകളായിട്ടായിരിക്കും ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത്. ഉടനെ നമ്മുടെ ജിഷിനും ബിഗ് ബോസിനോട് പറയും, ബിഗ് ബോസ് എൻ്റെ ഡ്രസ്സുകൾ അയക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവരോട് പറയണം എനിക്കും 2 പാവയെ കൊണ്ട് തരാൻ. ഞാനും നോക്കട്ടെ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. 3 പേരും മാറി മാറിയാണ് നമ്മുടെ അനുമോളെ കളിയാക്കി പൊങ്കാലയിടുന്നത്. പ്രത്യേകിച്ച് ഈ ടൈമിൽ അനുമോൾക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല. കാരണം ടാസ്ക് അങ്ങനെ കൊടുത്തേക്കാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവർ 3 പേരും ഇങ്ങനെ മാറി മാറി കളിയാക്കാനുള്ള മെയിൻ കാരണം. എന്നിട്ട് പ്രവീൺ ചോദിക്കുന്നത്, എന്നിട്ട് അനുമോൾ ഇന്ന് പാവയെ വെച്ചുള്ള കണ്ടന്റ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇന്ന് പുറത്തേക്കുള്ള കണ്ടന്റ് ഒക്കെ കൊടുത്തോ എന്ന്. എന്നിട്ട് നമ്മുടെ ഒനിയിൽ പറയുന്നത്, ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം കാണുന്നത് അക്ബറിനെയും അനുമോളെയൊക്കെയാണ്. അന്ന് അനുമോളെ കാണാൻ വേറെ ലുക്കായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ പിറ്റേ ദിവസമാണ് മനസ്സിലായത് കൂതറയാണെന്ന്. ആദ്യമൊക്കെ ആംഗ്യ ഭാഷയിലൂടെ അനുമോള് പലതും ഇവരോട് പറയുന്നുണ്ട്. പിന്നെ അനുമോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം 3 പേരും കട്ടയ്ക്ക് ഇരുന്ന് നമ്മുടെ അനുമോളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അനുമോള് മിണ്ടാതിരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലുള്ളവർക്കെല്ലാം മനസ്സിലായി നമ്മുടെ അനുമോളുടെ സ്വഭാവം. അതായത് കണ്ടന്റിന് വേണ്ടിയാണ് പാവയെ കൊണ്ട് നടക്കുന്നതെന്നും സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് കോർണറാക്കപ്പെടുന്നതെന്നും വിക്ടിം കാർഡ് കളിക്കുന്നതെന്നും ഈ കരയുന്നതെല്ലാം ഡ്രാമയാണെന്നുമെല്ലാം. എന്തായാലും 3 പേരും കൂടി നമ്മുടെ അനുമോളെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി വീണ്ടും വരാം.